വരൂ രാഗങ്ങളായി തേൻ തരൂ പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ. നമസ്കാരം. ഞാനിപ്പോൾ എടത്വ SRS ഇലക്ട്രോണിക്സ് അല്ലേ, ഇലക്ട്രോണിക്സിന്റെ ആ സ്ഥാപനം നടത്തുന്ന സുമേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്താണ് നിൽക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്താണ്. നമസ്കാരം. നമസ്കാരം. അപ്പം ഞാനിവിടെ വരാൻ കാരണം സുമേഷിന്റെ മോള് വളരെ മനോഹരമായി പാടുമെന്ന് ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അറിഞ്ഞ് ഞാനിവിടെ വന്നതാണ്. എന്നോട് പറഞ്ഞത് കരുമാടിയിലെ പ്രവീണയാണ് കേട്ടോ. അറിയാലോ പ്രവീണാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വന്നതാണ്. ആ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മ പിന്നെ മോള് അല്ലേ? എത്ര മക്കള്? വൈഫ് ഇവിടെ ഇല്ല, അതുകൊണ്ട് അച്ഛനും അമ്മയും പിന്നെ അവർ പഠിക്കുന്നത് വൈഫ് ഹൗസ് ചെയ്യുന്ന പത്തനംതിട്ട പഠിക്കുന്നില്ല. മക്കളുടെ പേര് ദേവനന്ദ ദേവവൃന്ദ. പിന്നെ വൈഫിന്റെ പേര് സന്ധ്യ. പിന്നെ അച്ഛനും അമ്മയും കൂടെ ഉള്ളത്? അച്ഛൻ്റെ അമ്മയുടെ പേര്? എന്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് സുരേന്ദ്രൻ, മണിയമ്മ. വൈഫിന്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. വൈഫിന്റെ അച്ഛൻ സോമൻ, ശൈല. ഓക്കെ, അപ്പൊ നമുക്ക് കുഞ്ഞിന്റെ അടുത്തേക്ക് പോവാം. ദേവനന്ദ അല്ലേ? ദേവനന്ദയുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ ദേവനന്ദ, അനിയത്തിന്റെ പേര് ദേവപ്രിയ, ദേവവൃന്ദ. ദേവനന്ദ, ദേവവൃന്ദ, രണ്ട് കുഞ്ഞുങ്ങളുടെ അടുത്തെത്തിരിക്കുകയാണ്. മോനെ എത്രയിലാ പഠിക്കുന്നത്? ഞാനിപ്പോ എട്ടില്. ഓക്കെ, മോനോ? രണ്ടില്. ഏത് സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്? ഞാന് MDHS മേക്കുഴു, പത്തനംതിട്ട. മോനോ? LPS മേക്കൂർ. ഈ പല്ല് പ്രത്യേകം ഫിറ്റ് ചെയ്താണ് ഇങ്ങനെ. അപ്പോ പാട്ടൊക്കെ പാടാറുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ ട്രൂപ്പുകളിലൊക്കെ പാടാൻ പോകാറുണ്ടോ? ഒരുപാട് ട്രൂപ്പിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഇങ്ങനെയല്ലേ. അപ്പൊ പഠിക്കുന്നോണ്ടാണ് പോകാത്തല്ലേ? 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷെ കുഞ്ഞിന്റെ പാട്ട് വളരെ മനോഹരമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അറിയില്ല, ഇലക്ട്രോണിക്സ് ചെയ്ത് ആണ് കുഞ്ഞുങ്ങളെ അല്ലേ, കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സുമേഷും വൈഫും കൂടെയാണ്. വൈഫിന്റെ പേര് എന്തുവായിരുന്നു പറഞ്ഞത്? സന്ധ്യ. ഓക്കെ. അപ്പം നല്ല മാതാപിതാക്കളാണ്. ഇതുപോലെ രണ്ട് മുത്തുകളെ ഞങ്ങൾക്ക് സമ്മാനിച്ച മാതാപിതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കുഞ്ഞിന്റെ ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ടാ പാടുന്നത്? നാദങ്ങളായി നീ വരൂ. നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ മധുര മധുര സ്വര നിരകൾ നിറയും അകത്തള്ളിരിൽ വിളയും ഒരു താളം ലളിത സരള പദമൊഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം ഗരി ഗരി സനി രി സനി പ പനി പനി സനി സരി സരി ഗരി ഗ പനി സ രി സനി പ ഗ പാനി സനി പനി പ ഗ പ ഗരി ഗരി സനി സ മധുര മധുര സ്വരഞ്ചകൾ നിറയും അകത്തളിരിൽ വിളയും ഒരു താളം ലളിത സരള പദമൊഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം മോഹം പുളകതരമോദം മോഹം പുളകതരമോദം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ സരി സനി പാനി സരി സരി സനി പകരി സനി സരി സരി ഗപ 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 നി സനി സ ഗരി ഗരി സനി പരി സനി പകരി സനി സരി സരി ഗരി ഗപ ഗപ നി പനി സ തൊഴുതു വിടരുമുഷ മലരി കരളിൽ ഹിമ കണിക ചൊരിയും ഒരു മാസം ഇളമ പുണരുമിരു ചിറകുകളിൽ അമൃത പകരും ഒരു നേരം ആ
തൊഴുതു വിടരുമുഷമലരി കരളിൽ ഹിമ കണിക ചൊരിയും ഒരു മാസം ഇണമ പുണരുമിരു ചിറകുകളിൽ അമൃത പകരും ഒരു നേരം പാടും മനസ്സിലൊരു ധ്യാനം പാടും മനസ്സിലൊരു ധ്യാനം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ. മോളെ എന്തോ വളരെ മനോഹരമായിട്ടോ, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. 12 വയസ്സല്ലേ, 8ാം ക്ലാസ് പഠിക്കുന്നു. ഇത്ര മനോഹരമായ പാടും. സംഗീതം ഇപ്പൊ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. മാഷിന്റെ പേരെന്തുവാ? രാജേഷ് മാഷ്. എവിടെ വീട്? പന്തളം. അപ്പം പിന്നെ വേറെ പിന്നെ കലാഭവൻ ബിന്ദു ടീച്ചർ ആണ് എന്നെ ഈ സിനിമാറ്റിക് പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം 2 ടീച്ചർമാരും പുണ്യം ചെയ്തവരാണ്. നിങ്ങൾക്ക് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്താണ്. പറയാൻ പറ്റേ ഈ കണ്ടോ കുഞ്ഞിന് കിട്ടിയ ട്രോഫികളൊക്കെ ഇരിക്കുന്നത് കണ്ടോ. ഇതെല്ലാം ഒരേ മത്സരത്തിന് കിട്ടിയല്ലേ? കലോത്സവത്തിന് പോയപ്പോഴും ഒക്കെ കിട്ടി. അപ്പൊ ഈ അലമാരകളെല്ലാം ഇതുപോലെ ട്രോഫികൾ കൊണ്ടും അംഗീകാരം കൊണ്ടും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം പിന്നെ എല്ലാവരും ഈ മോടെ പാട്ട് ഇഷ്ടപ്പെടും കേട്ടോ, തീർച്ചയായിട്ടും. പങ്കുവെക്കല്ല. ഭാവിച്ച് എന്തൊന്നും മിണ്ടായിരിക്കുന്നേ? ഭാവിച്ച് പാടുവോ? ഒന്ന് പാടിക്കേ കേട്ടെ. അവളുടെ കരിമഷിയുണ്ടല്ലോ, കൂന്തൽ നിറയുമ്പോ മിഴിയുണ്ടല്ലോ, മറുപടി പറയുമ്പോ മിഴിയുണ്ടല്ലോ. നിന്റെ നുണക്കുഴി കണ്ടപ്പം അടിവയറ്റില് മഞ്ഞുള്ള രാത്രി, നിന്റെ ചിരിയത് കണ്ടപ്പം അയ്യോ നെഞ്ചിലൊരാതി, കരിമിഴിയുള്ള കളവാണി കൂന്തൽ കണ്ടപ്പോ കണ്ണൊന്നു വടക്കി, ചിരിക്കല്ല പെണ്ണ കല്യാണി, നിന്റെ മാർദ്ദ പുള്ളി എണ്ണ നിവടക്കി, കണ്ണിൽ നിറങ്ങണ്ട് കയ്യിൽ വളകൻ കാലിൽ കൊലച്ചിട്ട് എണ്ണ നിവടക്കി, അരയിലെ അരഞ്ഞാനം അരക്കെട്ടി കിടക്കുമ്പോ എനിക്കെന്ന മോഹം അരപ്പെട്ടി കിടക്കുമ്പോ നോക്കല്ല നീയൊരുത്തി. അടിപൊളി അടിപൊളി. എടാ ചേച്ചിയുടെ അനിയത്തി തന്നെ കേട്ടാ, ചക്കരക്കുട്ടൻ. അപ്പം പ്രിയ പ്രേക്ഷകർ, കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും പാട്ട് ഇഷ്ടപ്പെടും എനിക്കറിയാം. മാക്സിമം ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. മോളെ ഇപ്പം ഇങ്ങനെ കയറി വന്നപ്പോഴേ പറഞ്ഞു ശ്രീരാഗമോ എന്ന പാട്ടൊക്കെ പാടും പറഞ്ഞു. അന്ന് ഇത് 2 പേരും മൂളിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. దాని దాపమ పదని దాపమ గరి గమ పదని సరి మగరి సని దప మగరి గమ పద సరి గమ పని సరి గమ పక్కాల సరి గమ ప దని దపద దని గరిని నిద మగరి సరి గమ రి గమ ప గమ పద మపదని గరి రిస సని నిద దపగరి రిస సని నిద దపగరి రిస సని నిద దపగరి సని దప సరి గమ పరి గమ పద గమ పదని గరి సని దరి సని దప సని దపద రి గమ పద సరి గమ పని సరి గమ పక్కాల. ഓക്കെ. അപ്പം പ്രിയ പ്രേക്ഷകരെ, ദേവനന്ദയുടെ ഈ ഗാനവുമായി ഉടനെ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതിന് മുന്നായി കുഞ്ഞിപ്പോൾ പാടിയ പാട്ട്, കുഞ്ഞു മക്കൾ 2ഉം ഇപ്പോൾ പാടിയ പാട്ട് പ്രേക്ഷകർ സ്വീകരിക്കണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഓക്കെ മക്കളെ? ഓക്കെ. ഓക്കെ.